നിങ്ങളോട് എനിക്കും പറയാനുള്ള കാര്യം ഇതാണ്. നല്ല കമ്പനികളുടെ ഷെയർസ് മേടിക്കുക. ഇനി അതല്ല നിങ്ങൾക്ക് ഇതിനെപ്പറ്റി അറിയത്തില്ലെങ്കിൽ നിങ്ങൾ നല്ല മ്യൂച്വൽ ഫണ്ട്സ്, നല്ല ലാർജ് ക്യാപ്പിലോ ഒരു മൾട്ടി ക്യാപ്പിലോ അല്ല മിഡ് ക്യാപ്പിലോ ഇല്ല പോട്ടെ, നിങ്ങൾക്ക് ഏറ്റവും റിസ്ക് ഹൈ റിട്ടേൺ തന്നെ വേണമെന്നുള്ള സ്മോൾ ക്യാപ്പിലോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ഫണ്ട് നിങ്ങൾ സെലക്ട് ചെയ്യും. നിങ്ങൾ കുറഞ്ഞൊരു തുകയാണെങ്കിൽ പോലും വർഷങ്ങൾ കൂട്ട്. ഞാൻ പറഞ്ഞില്ല, നിങ്ങൾക്ക് 10 കോടി സമ്പാദിക്കാൻ 1000 രൂപ വെച്ചിട്ട് 30 വർഷം വെച്ചാൽ സമ്പാദിച്ചാൽ ചിലപ്പോൾ 1 കോടി കിട്ടും. അതേ സ്ഥാനത്ത് 10 വർഷം കൊണ്ട് 1 കോടി ആക്കണമെങ്കിൽ ഏകദേശം 50,000 രൂപ വെച്ച് സമ്പാദിക്കണം. ഈ 50,000 രൂപ വെച്ച് അടുത്ത 30 വർഷം ഇൻവെസ്റ്റ് ചെയ്താലുള്ള റിട്ടേൺ നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുമോ? ഹ്യൂജ് റിട്ടേൺ, നമുക്ക് സ്വപ്നം കാണാൻ പറ്റാത്ത റിട്ടേൺ ആയിരിക്കും. ആവറേജ് കോമ്പൗണ്ടിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ പൊലിമ ഭീകരമായി വരും. അതായത് ഒരു പെട്ടെന്ന് വീർത്ത് വരില്ല, അതുപോലെ നമുക്ക് ഓവർ എ പീരീഡ് ഓഫ് ടൈം ഇത് കൂടിക്കൊണ്ടിരിക്കും. അപ്പൊ നിങ്ങളുടെ നിക്ഷേപം വർഷങ്ങൾ കൂട്ടാനുള്ള ശ്രമം ചെയ്യുക. ഏർലി സ്റ്റേജിൽ തുടങ്ങുക. എത്രയും നേരത്തെ തുടങ്ങാൻ പറ്റുമോ നിങ്ങൾക്ക് അത്രയും നല്ലതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, ഓരോ വർഷങ്ങളിലും ഇത് ഇരട്ടിച്ചാണ് വരിക. ഇതിന്റെ കയറ്റിറക്കങ്ങൾ